ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വോയിസ് വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് പരിചയമില്ല. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു IP ഷഫിൾ ചെയ്യുന്ന ടൂള് ഞാൻ ബിൽഡ് ചെയ്തിട്ട് എൻ്റെ ഗിറ്റബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൂളിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഈ ടൂളിൻ്റെയും ഇതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ടൂളിൻ്റെയാണ് ഇത് IP ഷഫ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് ഇൻസ്റ്റാളേഷൻ എല്ലാം ഗൈഡെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല, കാരണം അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. റുപ്പി24 എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ റീകോഡ് ചെയ്ത് ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ടെന്നല്ലാതെ ഫുള്ളും എൻ്റേതല്ല. പറയുമ്പോൾ ഈ ടൂൾ വർക്കാവണമെന്ന് പറഞ്ഞാൽ ഈ ടോർ IP സ്വിച്ചർ എന്ന് പറഞ്ഞുള്ള ഈ ടൂളും ഈ IP ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കൂടി വെച്ചിട്ടാണ് റണ്ണാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഫുള്ളി എൻ്റെ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചേഞ്ചസ് കാണിച്ചിട്ട് ഇതായിരുന്നു ടോർ IP സ്വിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള റുപ്പി24ൻ്റെ. ഇത് ഞാൻ മോഡ് ചെയ്ത വെർഷൻ അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ ചേഞ്ചസ് കാണാൻ പറ്റും. കാരണം അതിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും മാത്രമുള്ള 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 2 ടൂളിലും ഉള്ള എല്ലാ ഓപ്ഷനും അത് ഇതിനകത്തുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യണം മൈക്കിന് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇറിറ്റേഷനും സൗണ്ടൊക്കെ ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട്, ടോറ്, ലോഡ്, ഫ്ലഷ്, IP, റീഫ്രഷ്, സെറ്റ് ടോർ പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഈ ടൂൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഈ ടൂൾ വർക്കാണെങ്കിൽ 3 സാധനം വേണം. എന്ന് പറയുമ്പോൾ 3 പാക്കേജസ്. അതിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് മെയിനായിട്ട് ടൂർ വേണം, പിന്നെ പൈത്തൺ TK, പിന്നെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗിറ്റും. 3 സാധനമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. എന്ന് പറയുമ്പോഴത്തേക്കും IP ഷഫ്ലർ ഈ ടൂൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഇല്ല. എന്ന് പറയുമ്പോൾ ഈ യൂനെയിം, പാസ്വേഡ് കമ്പൈലർ, വേർഡ് ലിസ്റ്റ് ജനറേറ്റർ, ഡീപ് റൂട്ട്, ഈ 3 വീഡിയോ ഇട്ടിട്ടില്ല. ഡീപ് റൂട്ട് വർക്കിംഗ് കണ്ടീഷനാണ്, പക്ഷേ ചാൻസസ് കുറവാണ്. കാരണം റൂട്ട് ഫോഴ്സിന് ടൈം എടുക്കും, ചാൻസസും കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇല്ല ഇതിനാദ്യം പെർമിഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ടൂൾ റൺ ആവില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൈത്തൺ ഇതിലാണ് ./ ഇത് ടൂൾ റണ്ണായി. ഇതിൻ്റെ അകത്ത് ആദ്യം ഇതിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനകത്ത് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ചുമ്മാ ഒരു പാസ്വേഡ് അടിച്ചിട്ട് സ്റ്റാർട്ട് ടോർ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടല്ല, സെറ്റ് ടോർ പാസ്വേഡ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാനാണെങ്കിൽ ടോർ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ സ്വിച്ച് എന്ന് പറയുമ്പോൾ അമങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ എടുക്കും. കാരണം ലൈറ്റ് വെയിറ്റ് UI യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഡിലേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അത് ലോഡായി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത ടോറിൻ്റെ പാസ്വേഡ് അതിൻ്റെ അത് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒതൻറ്റിക്കേറ്റ് അക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും. IP ചേഞ്ച് ചെയ്യാൻ തുടങ്ങും.
നോക്കുമ്പോൾ ഞാൻ ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നത് 30 സെക്കൻഡാണ്. 30 സെക്കൻഡ് വെച്ചിട്ട് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വേറെ പേജ് നോക്കാം. അതുകൊണ്ട് 100, 70, 100, 88 ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിടക്കണം. ഇത് ഇല്ല, നോക്ക്. ഇതിപ്പോൾ കണ്ട 2 ബ്രൗസറിലും 2 IP ആണ് ഇങ്ങനെ. ഇതിൻ്റെ അകത്ത് ഈ ആദ്യം സെറ്റ് ചെയ്ത IP, ഇതിൻ്റെ അകത്ത് രണ്ടാമത് സെറ്റ് ചെയ്ത്. ചില ബ്രൗസേഴ്സിൽ ആ IP അത് തന്നെ കിടക്കും, ചേഞ്ചസ് വരാതെ കിടക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതിപ്പോൾ വേറൊരു സെക്ഷനിലേക്ക് പോകുമ്പോഴേ അത് മാറുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടിലും അത് സെറ്റായി കിടക്കുന്നുണ്ട്. വേറൊരു വെബിൽ നോക്കാം. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്താണ്. ഇതാണ് ഇത് കണ്ടോ, 185, 14, 90, 176. ഇതിപ്പോൾ അതാണ് വന്നേക്കണത്. അതിനകത്ത് ക്ലോസ് ചെയ്തോളാം. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ ഇൻ്റർവെൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. കാരണം അതിലും കുറച്ച് കഴിഞ്ഞൊരു 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഒന്ന് തുടങ്ങും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കാം, ചിലപ്പോൾ വരും. ഈ അൺയൂഷ്വൽ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ വരും ക്യാപ്ചർ സോൾവ് ചെയ്യാൻ വേണ്ടി. വേണ്ട, ഇത് അടുപ്പിച്ച് ചേഞ്ചസ് വരുമ്പോൾ എന്നതാണ് ഇത് ക്രോമിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫയർഫോക്സിലൊന്നും അതിനൊരു ഇഷ്യൂ കാണിക്കില്ല, ക്രോമിലാണ് കാണിക്കുന്നത് മെയിനായിട്ട്. ഇത് ഓരോരോ സെക്ഷനും ഓരോരോ പ്രോക്സി IPs വരും. അത് നിർത്തണം എന്നുണ്ടെങ്കിൽ വെറുതെ ചുമ്മാ സ്റ്റോപ്പ് അടിച്ചാൽ നിന്നോളും. പിന്നെ അത് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ടൂളെന്ന് പറയാൻ അത്ര വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യാനും പറഞ്ഞു തരാനൊന്നും ഈ ടൂളിൽ അത്ര വലുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ നോർമലി ഒരാൾക്ക് ഇത് പറയാതെ തന്നെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ചെയ്യാവുന്നുള്ളൂ.